എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും എൻ്റെ വീട് മുറ്റം പൂക്കളെ കൊണ്ട് ഭംഗിയാക്കണം, ഇലച്ചെടികൾ കൊണ്ട് ഭംഗിയാക്കണം എന്നുള്ളതൊക്കെ. ഇലച്ചെടികളാണെങ്കിൽ ഏറ്റവും ഭംഗിയുള്ളത് അഗ്ലോണിമകളാണ്. എന്നാൽ ഫ്ലവറിങ് പ്ലാന്റുകളാണെങ്കിൽ അത് ആന്തൂറിയവും റോസ് ഒക്കെയാണ് ഏറ്റവും ഭംഗിയുള്ള ഫ്ലവർ. ജറബറ ചെടികളും ഫ്ലവറിങ് പ്ലാന്റുകളിൽ ബെറ്ററാണ്. എന്നാൽ ആന്തൂറിയത്തിൻ്റെ അത്ര കെയറിങ് ആവശ്യമില്ലാത്ത ചെടികളല്ല അതൊന്നും. ആന്തൂറിയം ചെടികൾ നടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വളം ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എപ്പോഴും ഇതുപോലെ തിങ്ങി നിറഞ്ഞ് ഫ്ലവറും കാണും. ആന്തൂറിയം ചെടികൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരാതി പറയുന്നതാണ്, ഫ്ലവർ വരുന്നില്ല, എന്താണ് ആന്തൂറിയത്തിന് ഫ്ലവർ വരാത്തത് എന്ന്. അപ്പോൾ ആ ഒരു പരാതിയും നമുക്ക് തീർക്കാം. ആന്തൂറിയത്തിന് ഫ്ലവർ വരാനായിട്ട് നമ്മൾ എപ്സം സാൾട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാൻ തുടങ്ങും. ഇനി എപ്സം സാൾട്ട് വേണമെന്നുള്ളവർ നമ്മുടെ ഈ ഒരു മുകളിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലെ പഞ്ചസാര രൂപത്തിൽ കാണുന്ന ഒന്നാണ് എപ്സം സാൾട്ട്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എടുത്ത് കലക്കി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നന്നായി പൂക്കൾ വരാനായിട്ട് സഹായിക്കും. പിന്നെയുള്ളത് ആന്തൂറിയത്തിൻ്റെ പോട്ടിംഗ് മിക്സിനെ കുറിച്ചാണ് കേട്ടോ. ആന്തൂറിയത്തിൻ്റെ പോട്ടിംഗ് മിക്സിലും നമ്മൾ അഗ്ലോണിമയുടെ പോട്ടിംഗ് മിക്സും ഒക്കെ സെയിം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആന്തൂറിയത്തിന് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് വെർമിക്കുലേറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ചാണകപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് പെർലൈറ്റ് ആണ്. പെർലൈറ്റ് വേര് ചീഞ്ഞ് പോകാതിരിക്കാനാണ്. പിന്നെ കമ്പോസ്റ്റും നമ്മൾ ചേർത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. ഈ പോട്ടിംഗ് മിക്സും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇനി പോട്ടിംഗ് മിക്സ് അല്ലാതെ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ചാണകപ്പൊടി ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേറെ വേറെ ആയിട്ട് സെയിൽ ചെയ്യാനും റെഡിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റും ഞാൻ അതിൻ്റെ പിക്ചറിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. കോംബോ ഓഫറിലെ കളറുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ചെടികളെല്ലാം റീലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കോംബോ ആക്കിയെടുക്കാം. 10 കളറിൽ തരുന്ന ചെടികൾ 10ഉം വ്യത്യസ്തമായ ചെടികളായിരിക്കും. പൂക്കളുടെ വലുപ്പത്തിനും ചെടിയുടെ ഹെൽത്തിനും അനുസരിച്ചൊക്കെയാണ് നമ്മൾ ആന്തൂറിയത്തിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത്. കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ കാണുള്ളൂ. പിന്നെ നമ്മൾ സാധാ നോർമൽ റേറ്റിന് തന്നെയാണ് ആന്തൂറിയം കൊടുക്കുക. ആന്തൂറിയം പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് അഗ്ലോണിമ കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട്. അഗ്ലോണിമ ചെടിയിൽ ഏറ്റവും ഭംഗിയുള്ള ഈത്രമാര പ്ലാന്റാണിത്. ഇതും നമ്മുടെ എലൈൻ പ്ലാന്റ് ആണ്. ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ലഗാച്ചിയാണ്, നല്ല ബുഷിയായ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ റെഡ് വാലൻ്റൈൻ്റെ നല്ല റെഡ് കളർ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ്. സൂപ്പർ വൈറ്റ് അതുപോലെ വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ. അഗ്ലോണിമ പിങ്ക് വാലൻ്റൈൻ്റെയും അതുപോലെ പിങ്ക് ഡയമണ്ട്, മെഹ്റ മെറൂൺ എന്നിങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ വലിയ പ്ലാന്റ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ സെയിലിന് വന്നിട്ടുണ്ട്. കോബ്രയുടെ വലിയ പ്ലാന്റ്, കോബ്ര നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ കുറേ കോംബോ ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട്. കോംബോ ഓഫറിലെല്ലാം അതിൻ്റെ റേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക കേട്ടോ. കോംബോ ഓഫറിൽ നമ്മൾ പല ചെടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. റേറ്റ് കൂടുതലുള്ള ചെടികളും റേറ്റ് കുറഞ്ഞ ചെടികളും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും കോംബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഈ മുകളിൽ കാണിച്ച നമ്പറിലേക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ആന്തൂറിയം ചെടികളുടെ കോംബോ നമ്മൾ 10 പ്ലാന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും ആവശ്യമുള്ളവർ മെസ്സേജ് ഈ ഒരു നമ്പറിൽ അയക്കാം. ഇനി അഗ്ലോണിമ ആന്തൂറിയൊക്കെ നടുന്ന പോട്ടി മിക്സ് വേണമെങ്കിൽ അതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്സം സാൾട്ട്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ചാണകപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.